നമസ്തേ. ഒരു വാർത്താ പകൽ അരമണിക്കൂറിൽ സ്വാഗതം. ടോപ്പ് 7 at 7-ലേക്ക്. നായർ ഈഴവ ഐക്യം കാലഘട്ടത്തിന്റെ അനിവാര്യതയെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. SNDPയെ NSSുമായി തെറ്റിച്ചത് ലീഗ് നേതൃത്വമാണ്. VD സതീശൻ ഇന്നലെ പൂത്ത തകരയെന്നും വിമർശനം. മൂർച്ചയേറിയ വാക്കുകളോടെ മുസ്ലിം ലീഗിനും VD സതീശനുമെതിരെ ഒരുപോലെ ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം. നായർ ഈഴവ ഐക്യം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. അതിന് SNDP യോഗം മുൻകൈയെടുക്കും. NSS SNDP ഐക്യത്തെ ആർക്കാണ് ഭയമെന്നും ഇരുകൂട്ടരും യോജിച്ചാൽ സുനാമി വരുമോ എന്നും അദ്ദേഹം ചോദിച്ചു. എന്താണ് ബാക്കിയെല്ലാവരും യോജിച്ചെങ്കിൽ ഞങ്ങൾ ഒന്ന് യോജിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് വിഷമം? യോജിക്കേണ്ടവർ യോജിക്കേണ്ട സമയത്ത് യോജിച്ചേ തീരൂ. അത് നിയതിയുടെ ഒരു നിയമമാണ്. കാലഘട്ടത്തെ ഇന്നത് സ്വീകരിക്കാൻ അതിന്റെ ഉൾവിളി ഇന്നുണ്ട് താനും. നായാടി തൊട്ട് നസ്രാണി വരെയുള്ള സമുദായത്തിന്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് SNDP യോഗം എന്തെല്ലാം ദൗത്യം ഏറ്റെടുക്കണമെങ്കിൽ ഏറ്റെടുക്കും. ഇന്നലെ പൂത്ത തകരയെന്നാണ് VD സതീശനെ വെള്ളാപ്പള്ളി വിശേഷിപ്പിച്ചത്. സതീശൻ അപ്രസക്തൻ, സംവരണ വിഷയത്തിൽ തന്നെ കൊണ്ടു നടന്ന് ചതിച്ചു. മുസ്ലിം ലീഗാണ് NSSനെയും SNDPയെയും തമ്മിൽ തെറ്റിച്ചത്. താനൊരു മുസ്ലിം വിരോധിയല്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു. അത് മനഃപൂർവ്വമല്ല, അവിടെ കൊണ്ട് ഞങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ്. അതിൽ പ്രധാന ഘടകം സംവരണമാണ്. ഈ സംവരണം എന്നുള്ള വിഷയത്തിൽ എന്നെ മുൻനിർത്തി അന്ന് ലീഗ് നേതൃത്വം പുറകിൽ നിന്നുകൊണ്ട് ഈ സംവരണത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിലെല്ലാം കേരളത്തിലും ഇന്ത്യയിലും പല മേഖലകളിലും പ്രതിഷേധങ്ങളും സമ്മേളനങ്ങളും ധർണകളും എല്ലാം നടത്തിക്കുവാൻ SNDP യോഗത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടും ഒരുപാട് സമരങ്ങളെല്ലാം നടത്തി. UDF അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും സതീശൻ മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി യോഗ്യത അഭിനയിക്കുകയാണെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള യഥാർത്ഥ വർഗീയവാദികളെ ഒഴിവാക്കി തന്നെ വർഗീയവാദിയാക്കി തേജോവധം ചെയ്യുകയാണ് സതീശനെന്നും അദ്ദേഹം വിമർശിച്ചു. ഈ മാസം 21-ന് നടക്കുന്ന SNDP നേതൃയോഗത്തിൽ ചർച്ച ചെയ്ത് നായർ ഈഴവ ഐക്യവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എടുക്കുവാനാണ് തീരുമാനം. ജനം, കൊച്ചി. NSS SNDP ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. വെള്ളാപ്പള്ളി നടേശനെ അധിക്ഷേപിക്കുന്നത് എതിർത്തുകൊണ്ടാണ് സുകുമാരൻ നായർ പിന്തുണ അറിയിച്ചത്. അതേസമയം കോൺഗ്രസിനെയും പ്രതിപക്ഷ നേതാവ് VD സതീശനെയും രൂക്ഷമായ ഭാഷയിലാണ് സുകുമാരൻ നായർ വിമർശിച്ചത്. വർഗീയതയ്ക്കെതിരെ പറയാൻ VD സതീശന് യോഗ്യതയില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. ഇരു സമുദായ സംഘടനകളും ഒരേ നിലപാടിലേക്കെന്ന് ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ പ്രതികരണം. SNDPയുമായി യോജിക്കാൻ തയ്യാറാണ്. NSS നേതൃയോഗം ചേർന്ന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. NSSുമായി യോജിച്ച് പ്രവർത്തിക്കണം എന്ന് സഹകരിച്ചു പോകണമെന്ന് അദ്ദേഹവും SNDPയും ആഗ്രഹിക്കുന്നുണ്ട്. 21-ാം തീയതി ഞങ്ങൾ യോഗം കൂടി തീരുമാനിക്കും. രാഷ്ട്രീയ സാഹചര്യമൊന്നുമില്ല. NSS ഐക്യത്തിന് പോകുന്നത് NSSന്റെ അടിസ്ഥാന മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു സമുദായവുമായിട്ടോ ഒരു മതവുമായിട്ടോ ഒരു വിഘടനം, അതായത് ഒരു വിരോധം ഉള്ള തരത്തിൽ പെരുമാറുന്നതിന് ഒന്നും ഞങ്ങൾ വഴിവെക്കുകയില്ല. അടിസ്ഥാന മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് എല്ലാവരുമായി യോജിച്ച് നിന്നുകൊണ്ട് ഹൈന്ദവ സംഘടനയിലെ പ്രബല സമുദായങ്ങളായ SNDPയും NSSും ഒരുമിക്കുന്നതിൽ എന്താ തെറ്റ്? ഈ ഐക്യം അനിവാര്യമാണെന്നുള്ള കാര്യത്തിൽ വ്യക്തിപരമായി എനിക്ക് വേണമെന്നുള്ളതാണ് അഭിപ്രായം. പ്രതികരണത്തിലുടനീളം കോൺഗ്രസിനെയും പ്രതിപക്ഷ നേതാവ് VD സതീശനെയും NSS ജനറൽ സെക്രട്ടറി കടന്നാക്രമിച്ചു. മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള നേതാക്കൾ കോൺഗ്രസിലില്ല. സതീശനെ കയറൂരി വിട്ടാൽ കോൺഗ്രസ് അനുഭവിക്കും. വർഗീയതയ്ക്കെതിരെ പറയാൻ യോഗ്യതയില്ലാത്തയാളാണ് VD സതീശൻ എന്നും വിമർശനം. സതീശൻ എന്ന് പറയുന്ന ആളിനെ അഴിച്ചു വിട്ടിരിക്കുക കോൺഗ്രസ്. പറഞ്ഞു മനസ്സിലാക്കുക. അദ്ദേഹത്തിന് ഇത്തരം നയപരമായ കോൺഗ്രസിന്റെ നയപരമായ വിഷയങ്ങൾ അഭിമുഖീകരിക്കാൻ എന്താ അവകാശമാണുള്ളത്? ഈ പ്രസിഡന്റിനെ നോക്കുകൂത്തിയാക്കി വെച്ചുകൊണ്ട് എല്ലാത്തിനും കയറിയ അഭിപ്രായം അദ്ദേഹമല്ല ഈ ശത്രുക്കളെ മുഴുവൻ ഉണ്ടാക്കുന്നത്. സമുദായങ്ങളുടെ തിണ്ണ നിറഞ്ഞില്ല എന്ന് പറഞ്ഞ VD സതീശൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് 1.5 മണിക്കൂറാണ് തന്നെ കാണാൻ NSS ആസ്ഥാനത്ത് കാത്തിരുന്നത്. തെരഞ്ഞെടുപ്പിൽ സഹായം കിട്ടിയ ശേഷം സംഘടനയെ അധിക്ഷേപിച്ചു. വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലാത്ത സതീശൻ സഭാ സിനഡ് യോഗത്തിൽ തിണ്ണ നിറങ്ങിയെന്നും പരിഹാസം. ഒരു നേതാവ് ഇവിടെ വന്ന് പോയ നേതാവ് NSSന്റെ മുഴുവൻ സഹായം വാങ്ങിച്ചിട്ട് ജയിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ എന്താണ്?
സമുദായ സംഘടനകൾ തിണ്ണ കയറി നിരങ്ങരുതെന്നാണ്. അദ്ദേഹത്തിന് യാതൊരു യോഗ്യതയും അത് പറയാനില്ല. അതാണ് ഞാനിപ്പം മുമ്പേ പറഞ്ഞ കാര്യം മാത്രം എടുത്തിട്ടാണ്. സമുദായ സംഘടനകൾ തിണ്ണ നിരങ്ങരുത് നേതാക്കന്മാർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എവിടെ പോയി? എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമുദായങ്ങളോടും സമദൂരമാണെന്ന് ആവർത്തിച്ച സുകുമാരൻ നായർ NSSന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഉറച്ചുനിന്ന SNDPയുമായി യോജിക്കുമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കി. ജനം, കോട്ടയം. ഹൈന്ദവ സമുദായ സംഘടനാ നേതാക്കളുമായുള്ള VD സതീശന്റെ തുടർച്ചയായ കൊമ്പുകോർക്കൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തൽ. പ്രതിപക്ഷ നേതാവിന്റെ അനാവശ്യ പ്രസ്താവനകളാണ് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും പ്രകോപിപ്പിക്കുന്നത്. വർഗീയതയ്ക്കെതിരായ നിലപാടാണ് തന്റേതെന്ന് പറഞ്ഞ് വിമർശകരുടെ വായടയ്ക്കുകയാണ് സതീശൻ. സമുദായ സംഘടനാ നേതാക്കളെ നിരന്തരം വിമർശിക്കുന്നതും ശത്രുപക്ഷത്തോടെ എന്ന പോലെയുള്ള പെരുമാറ്റവും വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. സംഘടിത വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള VD സതീശന്റെ നീക്കങ്ങൾക്കും വ്യക്തിപരമായ വിമർശനങ്ങൾക്കും കടുത്ത ഭാഷയിൽ തന്നെ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഇന്ന് മറുപടി പറഞ്ഞിരുന്നു. വർഗീയത പറയരുതെന്ന് മാത്രമാണ് താൻ പറഞ്ഞതെന്നും ഒരു സമുദായ നേതാവിനെയും കാണില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്നുമായിരുന്നു വിമർശനങ്ങൾക്കുള്ള പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. വർഗീയത പറയരുതെന്ന് മാത്രമേ പറഞ്ഞു. വർഗീയത പറയരുതെന്നുള്ളൊരു വാക്ക് മാത്രമേ പറയുള്ളൂ. അതിന്റെ പേരിലല്ല ഞാനാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കെതിരെ സംസാരിക്കുന്നത്. പിന്നെ വ്യക്തിപരമായി എല്ലാവർക്കും നമ്മൾ ഇഷ്ടമായിക്കൊള്ളുന്നില്ലല്ലോ. വ്യക്തിപരമായി നമ്മളെല്ലാവർക്കും നമ്മുടെ രീതികൾ ചിലപ്പോൾ ഇഷ്ടമാകണമെന്നില്ല, നമ്മുടെ സമീപനം ചിലപ്പോൾ ഇഷ്ടമാകണമെന്നില്ല. അതൊക്കെ അവരുടെ അവകാശമാണ്. വ്യക്തിപരമായുള്ള നമ്മളോടുള്ള ഒരു അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കാൻ അവർക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം അവർ ഉപയോഗിക്കട്ടെ. NSS SNDP നേതൃത്വങ്ങൾക്കെതിരായ സതീശന്റെ പ്രസ്താവനകൾ കേവലം യാദൃശ്ചികമല്ലെന്നാണ് വിലയിരുത്തൽ. KPCC പ്രസിഡന്റ് അഭിപ്രായം പറയേണ്ട വിഷയങ്ങളിൽ പോലും അനാവശ്യ പ്രസ്താവനകൾ നടത്തി VD സതീശൻ വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയാണെന്നാണ് വിമർശനം. ജനം, കൊച്ചി. ദേവികുളം മുൻ MLAയും CPM നേതാവുമായിരുന്ന S രാജേന്ദ്രൻ BJPയിൽ അംഗത്വം സ്വീകരിച്ചു. BJP സംസ്ഥാന ഓഫീസിലെത്തിയ S രാജേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ BJPയിലേക്ക് സ്വീകരിച്ചു. മലയോര മേഖലയിലെ സമഗ്ര വികസനം BJPയിലൂടെ യാഥാർത്ഥ്യമാകുമെന്ന് S രാജേന്ദ്രൻ പറഞ്ഞു. അതേസമയം തീവ്രവാദ ശക്തികളെ ഉപയോഗിച്ച് ഭരണം പിടിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മലയോര മേഖലകളിൽ CPMന് കനത്ത തിരിച്ചടി നൽകിയാണ് മുൻ MLAയും CPM നേതാവുമായ S രാജേന്ദ്രൻ BJPയിൽ ചേർന്നത്. ട്രേഡ് യൂണിയൻ രംഗത്ത് CPMനെ 4 പതിറ്റാണ്ടിലേറെ നാൾ നയിച്ച നേതാവിന്റെ BJP പ്രവേശനം രാഷ്ട്രീയമായി കനത്ത തിരിച്ചടിയാണ് CPMന് നൽകുന്നത്. CPMിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും ഉപദ്രവിക്കരുതെന്ന് പലപ്പോഴും CPMനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും S രാജേന്ദ്രൻ പറഞ്ഞു. മലയോര മേഖലയിലെ സമഗ്ര വികസനം BJPയിലൂടെ യാഥാർത്ഥ്യമാകുമെന്നും S രാജേന്ദ്രൻ വ്യക്തമാക്കി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും 10% ഇന്ത്യയുടെ മുന്നണി ആ ബന്ധം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് നിഷേധിക്കാനാവില്ല. ഇന്ത്യയിൽ 2 സംസ്ഥാനത്ത് മാത്രമാണ് വ്യത്യസ്ത രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായത്. കേരളത്തിൽ ഇത്ര വേഗം അങ്ങനെ ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിനെ അതിരൂക്ഷമായാണ് BJP സംസ്ഥാന അധ്യക്ഷൻ വിമർശിച്ചത്. തീവ്രവാദ ശക്തികളെ കൂടെ കൂട്ടി ഭരണം പിടിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും രാജ്യത്തുടനീളം അഴിമതി കാണിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ജമാഅത്ത് പോലെയുള്ള അപകട രാഷ്ട്രീയത്തിനാണ് കോൺഗ്രസ് ഊന്നൽ നൽകുന്നതെന്നും വിമർശനം. ജമാഅത്ത് പോലെ ഒരു തീവ്രവാദ സംഘടനയെ മെയിൻ സ്ട്രീം പോളിറ്റിക്സിൽ കൊണ്ടുവന്നാൽ ഇതൊന്നും നടക്കില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ BJP ആരംഭിച്ചിരിക്കെയാണ് കോൺഗ്രസിനെ BJP സംസ്ഥാന അധ്യക്ഷൻ അതിരൂക്ഷമായി വിമർശിച്ചത്. ജനം, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെയും ശബരിമലയിൽ സ്പോൺസറായി എത്തിയിരുന്നതായി റിപ്പോർട്ട്. സന്നിധാനത്തെ മണിമണ്ഡപത്തിലെ തൂണുകളും മണികളുമാണ് പോറ്റി 2017 പുനർനിർമ്മിച്ചത്. അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച വിവരമുള്ളത്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി തിരികെ എത്തിച്ച കട്ടിള ദ്വാരപാലക പാളികളിലെ സ്വർണ്ണത്തൂക്കത്തിൽ കുറവ് വന്നതായി VSSCയുടെ റിപ്പോർട്ട്. ശബരിമല സന്നിധാനത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി വർഷങ്ങൾക്ക് മുമ്പ് സ്വാധീനമുറപ്പിച്ചതായാണ് വിവരം. നേരത്തെയും ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് സ്പോൺസറുടെ വേഷത്തിൽ എത്തിയിട്ടുണ്ട്. 2017 മണിമണ്ഡപം പുതുക്കിപ്പണിയുന്നതിന് തന്നെ സ്പോൺസറാക്കണമെന്നാവശ്യപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി കത്ത് നൽകി.
18ാം പടിക്ക് സമീപത്തെ മണിമണ്ഡപത്തിലെ തൂണുകളും മണികളുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പുതുക്കി പണിതത്. തമിഴ്നാട്ടിലെ 2 വ്യവസായികളിൽ നിന്ന് പണം ശേഖരിച്ചുകൊണ്ടാണ് പുനർനിർമ്മാണം നടത്തിയതെന്നാണ് കണ്ടെത്തൽ. അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഗുരുതര കണ്ടെത്തൽ. സ്പോൺസർ കോർഡിനേറ്ററായി എത്തിച്ചത് പരിമല അനന്തനാചാരിയാണ്. പുനർനിർമ്മാണത്തിനായി ഉണ്ണികൃഷ്ണൻ പോറ്റി പണം ചെലവഴിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ദ്വാരപാലക ശില്പങ്ങളുടെയും കട്ടിളപ്പാളികളുടെയും സ്പോൺസറാകുന്നതിന് മുമ്പാണ് ഇത്. അതേസമയം ശബരിമലയിലെ കട്ടിളപ്പാളികളിൽ നിന്നും ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നുമുള്ള സ്വർണ്ണത്തിൽ കുറവ് വന്നതായി കണ്ടെത്തൽ. VSSൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയാണ് കണ്ടെത്തൽ. റിപ്പോർട്ട് SIT നാളെ കോടതിയിൽ സമർപ്പിക്കും. ജനം, തിരുവനന്തപുരം. സമൂഹ മാധ്യമത്തിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയതിൽ കടുത്ത പ്രതിഷേധം. കോഴിക്കോട് ഗോവിന്ദാപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത്. ബസിൽ വെച്ച് യുവതിയോട് ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണത്തിന് പിന്നാലെയാണ് ആത്മഹത്യ. ദീപക് വലിയ മനോവിഷമത്തിലായിരുന്നുവെന്നും യുവതിക്കെതിരെ നടപടി വേണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ദീപകിന്റെ വീട്ടിൽ നിന്നും അർജുൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ദീപക് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പ്രചരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതായത് യുവതി വീഡിയോ പ്രചരിപ്പിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ അത് വൈറലാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതായത് തന്നെ ലൈംഗികപരമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലാണ് യുവതി ഇത്തരത്തിലൊരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തത്. എന്തിനാ തന്നെയും ഇന്ന് ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഇന്ന് രാവിലെയാണ് നടന്നത്. പക്ഷേ ബന്ധുക്കൾ ആരംഭിക്കുന്നത് ദീപക് അത്തരത്തിലുള്ള ഒരാളല്ല, ഒരിക്കലും ദീപകിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. എന്തിനാ തന്നെയും ദീപകിന്റെ ഒരു കസിൻ നമ്മളോട് ചേരുന്നുണ്ട്. ഇന്ന് രാവിലെ ഇത് 2 ദിവസം മുന്നേ ദീപക് ജോലിക്ക് പോയ സമയത്ത് പയ്യന്നൂർ ബസ്സിൽ വെച്ചുണ്ടായിരുന്ന ഒരു ഇൻസിഡൻ്റാണ്. എന്ത് ഇൻസിഡൻ്റ് ആണെങ്കിലും ആ കുട്ടി ആ സമയത്ത് പ്രതികരിക്കാണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഒരാൾ ജീവൻ പോയിട്ട് പ്രതികരിച്ചിട്ട് കാര്യമില്ല. അത് ആ സമയത്ത് പ്രതികരിക്കണമായിരുന്നു. ആ ജനങ്ങൾ കൂടെ നിൽക്കുമായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ. പക്ഷെ ആ വീഡിയോയിൽ കാണുന്നുണ്ട് കുട്ടി ചിരിച്ചുകൊണ്ടാണ് ആ വീഡിയോ എടുത്തത് തന്നെ. അതിൽ തന്നെ നമുക്ക് തെളിയുന്നുണ്ട് കുട്ടിയുടെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത്. പക്ഷേ ആ കുട്ടി ചെയ്ത ഒരു പ്രവൃത്തി കൊണ്ടുണ്ടായിരിക്കുന്ന ഒരു ജീവൻ നഷ്ടപ്പെട്ടു. ഒരു അച്ഛനമ്മയെ ഒറ്റയ്ക്കായി, അവർക്കൊരു ആശ്രയം പോലും ഇല്ല. ഇനി അവരുടെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ അവർക്കൊരു ജോലിക്ക് പോകുമ്പോഴും അവധിയില്ലാത്ത ഒരാൾക്കാരാണ് അവരുണ്ടവരും. അവരുടെ ഒറ്റ മകനാണ്. അവരുടെ ഈ ദീപകിൻ്റെ ആശ്രയത്തിലായിരുന്നു ഈ കുടുംബം മുന്നേ പോയിക്കൊണ്ടിരുന്നത്. ആ കുടുംബമാണ് ഇന്നിപ്പോൾ അന്യതീനായി കിടക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയില്ല. ആ കുട്ടി വ്ലോഗ് ചെയ്തു, ആ കുട്ടിയുടെ സന്തോഷം അവിടെ കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കുന്ന വളരെ മോശമായൊരു പ്രവൃത്തിയാണ്. ഇന്ന് ഞങ്ങൾ രാവിലെ വന്ന് നോക്കുമ്പോൾ അവൻ അവിടെ എന്താ പറയുക, അവന് നമുക്ക് പറയാൻ വാക്കുകളില്ല. ആ രീതിയിലാണ് അവൻ്റെ ബോഡി നിന്നിരുന്നത്. അത്രയും വിഷമം സഹിക്കാണ്ട് അവൻ അതങ്ങനെ ചെയ്യില്ല. രാത്രി 12 മണി വരെ അവൻ്റെ സുഹൃത്തായിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് രാവിലെ നിയമ നടപടിക്ക് പോകണമെന്ന് പറഞ്ഞ് കിടന്ന ഒരാൾ വെറും ഒരു 5-6 മണിക്കൂർ കൊണ്ട് ഇങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അത്ര വിഷമം ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. പോലീസുമായിട്ട് ബന്ധപ്പെടും അങ്ങനെ എന്തെങ്കിലും? പോലീസുകാർ വന്നിരുന്നു. രാവിലെ 8 മണി മുതൽ പോലീസുകാർ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇൻക്വസ്റ്റ് നടപടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ബോഡി കൊണ്ടുപോകുമ്പോൾ ഏകദേശം 11:30-12 മണി ആയി പോയിട്ടുണ്ട്. എന്താ ഡിലേ ചെയ്തെന്ന് അറിയില്ല. പക്ഷേ എന്നിരുന്നാലും പോലീസ് വന്നു, കാര്യങ്ങൾ നോക്കി പോയി എന്നല്ലാണ്ട് ഇന്നിപ്പം ബോഡിൻ്റെ കാര്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് അറിയാൻ പറ്റിയത്. എന്താണെന്ന് ക്ലിയർ ആയിട്ട് അറിയില്ല. പക്ഷേ അവിടെയും ഒരു അമാന്തം ഉണ്ടായിട്ടുണ്ടെന്നാണ് സംശയിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ലാഗ് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇപ്പം പോയി വന്ന ആൾക്കാരൊക്കെ പറയുന്നത്. അവിടെ പോയിട്ട് അവിടെ വിമർശന ആൾക്കാരൊക്കെ പോയ സമയത്ത് അവർ കേസെടുക്കാണ്ട് SI-CA കേൾക്കാണ്ട് പോയി എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്താണെന്നുള്ളത് ബാക്കി ഇനി നോക്കണം. തീർച്ചയായും ഇത്തരത്തിൽ തന്നെയാണ് വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ന് എന്തായാലും തന്നെയും ഉണ്ടായിട്ടുള്ളത്. ഈ പോലീസിൻ്റെ അടുത്ത് ചെന്നെങ്കിലും പോലീസിൻ്റെ അടുത്തൊന്നും കാര്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ആരോപണം കൂടിയാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. അസമിലെ പൊതുപരിപാടിയിലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP വിജയം എടുത്തുപറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവനന്തപുരത്ത് ആദ്യമായി BJP മേയറെ ലഭിച്ചു. രാജ്യത്ത് ജനങ്ങൾക്ക് BJPയിലുള്ള വിശ്വാസം വർദ്ധിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. അസമിൽ 2 പുതിയ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. അസമിലെ കലിയബോറിൽ നടന്ന പൊതുപരിപാടിയിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP നേടിയ ചരിത്ര വിജയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞത്. തിരുവനന്തപുരത്തിന് ആദ്യമായി BJP മേയറെ ലഭിച്ചു. രാജ്യത്തെ ജനങ്ങൾക്ക് BJPയിലുള്ള വിശ്വാസം വർദ്ധിച്ചു വരികയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലൊന്നായ മുംബൈയിൽ BJPക്ക് മികച്ച ജനവിധി ലഭിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മഹാരാഷ്ട്രയിലെ അഗ്രിതർ शहरों की जनता ने बीजेपी को सेवा का अवसर दिया है. साथियों, इससे पहले दूर सुदूर दक्षिण में केरला की जनता ने
बीजेपी को बहुत बड़ा समर्थन दिया है। वहां पहली बार बीजेपी का मेयर बना है। केरला की राजधानी तिरुवनंतपुर में आज बीजेपी। അസമിൽ 2 പുതിയ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗുവാഹത്തി, റോഹ്തക്, ദിബ്രുഗഡ്, ലക്നൌ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. 6950 കോടി രൂപയുടെ കാശിരംഗ എലിവേറ്റഡ് കോറിഡോർ ഉൾപ്പെടെ വികസന പദ്ധതികളും നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ജനം, ഡൽഹി. ബംഗ്ലാദേശിൽ വീണ്ടും ഹിന്ദു വംശഹത്യ. വ്യത്യസ്ത സംഭവങ്ങളിലായി 2 ഹിന്ദുക്കളെ മുസ്ലിം മതമൗലികവാദികൾ കൊലപ്പെടുത്തി. ബംഗ്ലാദേശിലെ കലിഗഞ്ച് പ്രദേശത്ത് ഹിന്ദു വ്യാപാരിയായ ലിറ്റൺ ചന്ദ്രദാസാണ് കൊല്ലപ്പെട്ട ഒരാൾ. ഇദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ച ശേഷം മൺവെട്ടികൊണ്ട് അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. പെട്രോൾ പമ്പ് തൊഴിലാളിയായ റിപ്പൺ സാഹ എന്ന ഹിന്ദു യുവാവിനെ വാഹനമിടിച്ചു കൊലപ്പെടുത്തി. സംഭവത്തിൽ അബ്ദുൽ ഹാഷിം, കമാൽ ഹുസൈൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുഹമ്മദ് യൂനിസ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ബംഗാളിൽ മതമൗലികവാദികൾ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരെ കൊലപ്പെടുത്തുന്നതും വീടുകൾ ആക്രമിക്കുന്നതും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതും തുടർക്കഥയാവുകയാണ്. ഇഡി ബംഗാൾ സർക്കാർ പോരിൽ തിരിച്ചടി ഭയന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി. അന്വേഷണ ഏജൻസികൾ വേട്ടയാടുന്നുവെന്ന് മമതയുടെ ആരോപണം. ഇഡി നടപടികളിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് ചീഫ് ജസ്റ്റിസിനോട് അഭ്യർത്ഥിക്കുകയായിരുന്നു മമത. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വേദിയിലിരിക്കെയാണ് മമതാ ബാനർജിയുടെ അഭ്യർത്ഥനയുണ്ടായത്. ഇഡി റെയ്ഡ് തടസ്സപ്പെട്ട സംഭവത്തിൽ മമതാ ബാനർജിക്കെതിരെ സുപ്രീംകോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാഷ്ട്രീയ കൺസൾട്ടൻസി സ്ഥാപനമായ ഐപാക് ഓഫീസിൽ നടത്തിയ റെയ്ഡിനിടെ അതിക്രമം നടത്തിയതിന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് സുപ്രീംകോടതി നോട്ടീസ് നൽകിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് തിരിച്ചടി ഭയന്ന് മമതാ ബാനർജി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിനെ അഭയം പ്രാപിച്ചത്. ചീഫ് ജസ്റ്റിസ് വേദിയിലിരിക്കെ പരസ്യമായി സഹായം അഭ്യർത്ഥിച്ച മമത, നിങ്ങളുടെ സംരക്ഷണയിലാണ് ഞങ്ങളെന്നും നിങ്ങളെക്കാൾ വലിയ ആരുമില്ലെന്നും ചീഫ് ജസ്റ്റിസിനോട് പറഞ്ഞു. പല വിഷയങ്ങളിലും മാധ്യമങ്ങൾ മമതാ ബാനർജിക്കെതിരെ തിരിഞ്ഞ പശ്ചാത്തലത്തിൽ മീഡിയ ട്രയൽ എന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും മമത വേദിയിൽ ആവശ്യപ്പെട്ടു. നേരത്തെ ഇഡി റെയ്ഡ് തടസ്സപ്പെടുത്തിയതിൽ മമതാ ബാനർജിക്കെതിരെ സുപ്രീംകോടതി രൂക്ഷ വിമർശനം നടത്തിയിരുന്നു. റെയ്ഡുകൾ തടസ്സപ്പെടുത്തിയെന്ന ആരോപണത്തിൽ മമതാ ബാനർജിക്കും പശ്ചിമബംഗാൾ സർക്കാരിനും സംസ്ഥാന പോലീസ് മേധാവി രാജീവ് കുമാറിനുമെതിരെ സിബിഐ അന്വേഷണം വേണമെന്ന ഇഡിയുടെ ആവശ്യത്തിൽ സുപ്രീംകോടതി നോട്ടീസും നൽകിയിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികൾ സത്യസന്ധമായി ഒരു ഗുരുതര കുറ്റകൃത്യം അന്വേഷിക്കുമ്പോൾ പാർട്ടി പ്രവർത്തകർ വഴി അവരെ തടസ്സപ്പെടുത്തുന്നത് നിയമരാഹിത്യത്തിലേക്ക് നയിക്കുമെന്നും സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടിരുന്നു. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. അഴകോടെ പറന്നിറങ്ങുന്ന മയിലുകൾ എന്നും മനോഹര കാഴ്ചയാണ്. ഇടുക്കി ജില്ലയുടെ വിവിധയിടങ്ങളിൽ കാടിറങ്ങിയ മയിലുകൾ ഈ കൗതുക കാഴ്ച ഒരുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അടിമാലി ടൗണിലും പരിസര പ്രദേശമായ കരിങ്കുളം മേഖലയിലും കൂട്ടത്തോടെയാണ് മയിലുകൾ എത്തിയത്. ഒരേ സമയം കൗതുകവും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭീതിയും പരത്തുന്നതാണ് മയിലുകളുടെ കാടിറക്കം. ഈ റിപ്പോർട്ടോടുകൂടി ടോപ്പ് 7 at 7 പൂർണ്ണമാകുന്നു. നമസ്തേ. മഴയ്ക്ക് മുമ്പ് പീലി വിടർത്തിയാടുന്ന മയിലുകൾ നയനമനോഹര കാഴ്ചയാണ്. എന്നാൽ ഇപ്പോൾ കാടിറങ്ങിയെത്തുന്ന മയിലുകൾ പാടത്തും പറമ്പിലുമെന്ന് വേണ്ട വീടുകളുടെ മേൽക്കൂരകളിൽ വരെ ചിറക് വിരിച്ച് നൃത്തം ചെയ്യുന്ന കാഴ്ച ഇടുക്കിയിൽ സാധാരണമായി കഴിഞ്ഞു. മൃഗശാലകളിലും ചിത്രങ്ങളിലും മാത്രം കണ്ടുപരിചയിച്ചിരുന്ന മയിലുകൾ കൂട്ടത്തോടെ വീട്ടുമുറ്റത്തേക്കും തൊടികളിലേക്കും എത്തിത്തുടങ്ങിയതിന്റെ അത്ഭുതവും കൗതുകവും അടിമാലിക്കാരിലുണ്ട്. ഇവിടെ എപ്പോഴും മയില് വരുന്നുണ്ട്. 5-6 എണ്ണങ്ങൾ ഇവിടെ ഉണ്ട്. എനിക്ക് മയിലുകളെ ഭയങ്കര ഇഷ്ടമാണ്. ദേശീയ പക്ഷിയുടെ വരവ് കൗതുകമെങ്കിലും മയിലുകളുടെ കാടിറക്കം ആശങ്ക നൽകുന്നുവെന്ന് പറയുന്നവരുമുണ്ട്. മയിലുകളുടെ വരവ് കടുത്ത വരൾച്ച സൂചിപ്പിക്കുന്നുവെന്നാണ് പഴമക്കാർ പറയുന്നത്. മയിലുകളുടെ കാടിറക്കവും അപൂർവ ഇനം ദേശാടന കിളികളുടെ കാലം തെറ്റിയുള്ള വരവുമെല്ലാം വരൾച്ചയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും സൂചനയെന്നാണ് പക്ഷി നിരീക്ഷകർ പറയുന്നത്. എന്നിരുന്നാലും മയിലുകൾ തീർക്കുന്ന മനോഹര കാഴ്ചകൾ ആസ്വദിക്കാൻ നിരവധി ആളുകൾ അടിമാലിയിലേക്ക് എത്തുന്നുണ്ട്.
ജനം ഇടുക്കി.